മാഡം എത്തിയിരിക്കുന്നു. മാഡത്തെയും നമ്മളുമായിട്ട് ഏറെ സന്തോഷത്തോടെ ഈ വേദി പങ്കിടാനായിട്ട് ഇവരെല്ലാം തയ്യാറായി. നമ്മുടെ തൃശ്ശൂരിന്റെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ എന്ന് നമുക്കറിയാം. ഈ തൃശ്ശൂരിലെ ഏറ്റവും ആദ്യം തുടങ്ങിയ ഒരു വിദ്യാലയം എന്ന് പറയുന്നത് മോഡൽ ഗേൾസ് ആണ്. എനിക്ക് തോന്നുന്നു 140 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ വിദ്യാലയം സ്വരാജ് റോഡിനോട് ചേർന്ന് ആരംഭിച്ചത്. അപ്പൊ തൃശ്ശൂരിലെ വിദ്യാലയങ്ങളുടെ മുത്തച്ഛിയാണ് മോഡൽ ഗേൾസ്. ശുഭാരംഭം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു. കേരളത്തിലെ യുവതയുടെ പ്രതീകമായ ശ്രീ OJ ദിനേശ് അവർകൾ, ഒപ്പം തൃശ്ശൂരിന്റെ വികസന നായകൻ ശ്രീ രാജൻ ജെ പല്ലൻ അവർകൾ, വിശിഷ്ടയായ തൃശ്ശൂർ ജില്ലാ കളക്ടർ ശ്രീമതി ശിഖ സുരേന്ദ്രൻ അവർകൾ. നിറഞ്ഞ കയ്യടികളോടുകൂടി ഈ ചടങ്ങിനെ ധന്യമാക്കാം. ഹയർ സെക്കൻഡറി വിഭാഗം ജില്ലാ കോർഡിനേറ്റർ ബഹുമാനിയായ ഗീത ടീച്ചർ, തൃശ്ശൂരിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ശ്രീമതി ശൈല ടീച്ചർ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീജ മാഡം, പഠിച്ചതുപോലെയല്ല, ഇനി കൂടുതൽ പഠിക്കാനാണ്. ഞാൻ നേരത്തെ കളക്ടറോട് പറഞ്ഞു, എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടമില്ലാതിരുന്ന കുറച്ച് കാലഘട്ടങ്ങളിൽ +1 +2 പഠിച്ചൊരു സമയമാണ്. എന്തുമാത്രം പഠിക്കാനാണ്. നിങ്ങൾ ഇനി ഇതുവരെ പഠിച്ചവരല്ല, കുറേ പഠിക്കാനുണ്ട്. ഞാൻ എൻ്റെ +2 പഠിക്കുന്ന +1 +2 പഠിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ അറിയാണ്ട് പോയി സയൻസ് എടുത്തു പോയതാണ്. എനിക്കറിയില്ലായിരുന്നു അത് ഇത്ര വലിയ അപകടമാകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമുക്ക് റെക്കോർഡ് എഴുതാനുണ്ട്, വരയ്ക്കാനുണ്ട്. ബോട്ടണിയുടെ ഒക്കെ റെക്കോർഡ് ഞാൻ എത്ര വട്ടം വരച്ചിട്ടാണ്, എങ്ങനെ വരച്ചു കണ്ടുകൊണ്ട് എന്നാലും പിന്നെ അതിലെവിടെയെങ്കിലും ഒരു കുനിപ്പ് തെറ്റിയെന്ന് പറഞ്ഞ സാധനം തിരിച്ചു കൊണ്ടുവരും. അവസാനം ഞാനൊരു ടേബിൾ ലാമ്പ് സംഘടിപ്പിച്ചു. ഒരു ചില്ലിട്ട ടീപ്പുകളുടെ മുകളിൽ ആദ്യം ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം വെച്ചു. ആ ടേബിൾ ലാമ്പ് അതിൻ്റെ താഴെ കത്തിച്ചു വെച്ചു. എന്നിട്ട് അതിന്റെ മുകളിൽ വരയ്ക്കേണ്ട റെക്കോർഡിന്റെ പേപ്പർ വെക്കുന്ന ഒരു നിഴല് കിട്ടും. എന്നിട്ട് ആ നിഴല് മാത്രം വരച്ച് കെമിസ്ട്രി ലാബിൽ എന്നെ കാണുമ്പോൾ തന്നെ അവിടുത്തെ അധ്യാപകർക്ക്, എന്റെ തലവട്ടം കാണുമ്പോൾ തന്നെ അവർക്ക് ടെൻഷനാണ്. കാരണം ഇവൻ എന്തെടുത്ത് എന്തിലേക്ക് ഇടുന്ന് അവർക്ക് ആശയക്കുഴപ്പമാണ്. പലതും ഫ്യൂം ചെയ്ത് വരുമല്ലോ. ഡെക്കറേഷൻ ലാബിൽ ഡെക്കറേഷൻ ചെയ്യാൻ സമയത്ത് +1 +2 ആയിരുന്നു ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു പഠനകാലഘട്ടം എന്ന് പറയും. എനിക്ക് തോന്നുന്നു നന്നായി പഠിക്കാൻ തീരുമാനിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും കുറച്ച് ഉറങ്ങാൻ സമയമുള്ള ഒരു കാലവും +1 +2 കാലം തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് SLC പരീക്ഷയുടെ സമയത്തൊക്കെ നിങ്ങളുടെ അധ്യാപകരൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും, മക്കൾ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ്. ഈ ടേണിംഗ് പോയിന്റ് തിരിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ വിജയിച്ചാൽ ഓക്കെയാണ്. SLC പരീക്ഷ അത്ര പ്രധാനപ്പെട്ടതാണ്. പറഞ്ഞിട്ടില്ലേ? ഓറിയന്റേഷൻ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ഉണ്ടായിട്ടുള്ളൂ. നാളെ നിങ്ങൾ ഓറിയന്റേഷൻ ക്ലാസ്സിന് ടീച്ചേഴ്സ് വരും. അപ്പോൾ അവർ പറയും, ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്. +1 +2 വിജയിച്ചാൽ. ഞാനത് കഴിഞ്ഞ് പോളിടെക്നിക്കിൽ പഠിക്കാൻ ചേർന്നപ്പോൾ അവിടെയും ഈ ഓറിയന്റേഷൻ ക്ലാസ് വന്നപ്പോൾ ഞാനതൊക്കെ എത്ര ടേണിംഗ് പോയിന്റ് തിരിയണം, വലിയ പ്രയാസമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ടേണിംഗ് പോയിന്റ് അങ്ങനെ തിരിയാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ സൗകര്യമുള്ള സമയത്ത് മാത്രം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഏത് ടേണിംഗ് പോയിന്റിൽ തിരിഞ്ഞാലും എങ്ങനെ യാത്ര ചെയ്യണമെന്നുള്ളത് നമ്മളുടെ കൂടി ഒരു തീരുമാനത്തിന്റെയും ബോധ്യത്തിന്റെയും നമ്മളുടെ കൂടി ഒരു കരുത്തിന്റെയും. മാർക്സ്, നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കുകൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് 10th ഫുൾ A+ ഉണ്ടായിരുന്നു, +2 ഫുൾ A+ ഉണ്ടായിരുന്നു. അതിനുശേഷം നല്ലൊരു റാങ്ക് കിട്ടി, കോളേജിലും പോയി നന്നായിട്ട് പഠിച്ചു. പക്ഷെ എൻ്റെ UPSC ഇന്റർവ്യൂവിന് പോലും ഒരിക്കലും ആരും എൻ്റെ മാർക്കൊന്നും ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ പലതും സാമൂഹിക അവബോധം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മാർക്കുകളിലല്ല നിങ്ങളുടെ ജീവിതം ഇരിക്കുന്നത് എന്നുള്ള ഒരു വ്യക്തമായ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. മറിച്ച് നിങ്ങളുടെ കഴിവുകളിലാണ്, നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ താല്പര്യം ആ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എനിക്ക് സന്തോഷമുള്ള കാര്യം ഇത്രയധികം പെൺകുട്ടികളെ അഡ്രസ് ചെയ്യുന്നതിലാണ്. ഞാൻ ഈ UPSCയുടെ എക്സാം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മുന്നിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഒരു സാധാരണ വീട്ടിൽ വളർന്ന പെൺകുട്ടിക്ക് കാണാൻ പറ്റിയ ഒരു സ്വപ്നമാണോ സിവിൽ സർവീസ് എന്നുള്ളതായിരുന്നു.
രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അധികം കാശില്ലാത്തൊരു വീട്ടിലെ കുട്ടി. രണ്ടെന്ന് പറയുന്നത് പെൺകുട്ടി. കാരണം ഈ പെൺകുട്ടിയുടെ സ്ട്രെസ് എന്താണെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് ഇത് പഠിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ ചേച്ചിയുടെ കല്യാണം ആ സമയം എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണപ്രായം എത്തി നിൽക്കുന്ന സമയത്ത് ഈ കുട്ടി ഇങ്ങനെ പഠിക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അതിലും വേറെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാനായിട്ട് വിട്ടുകൂടെ എന്നുള്ളതാണ്. എനിക്ക് ഉറപ്പായിട്ടും അറിയാം, നിങ്ങളെല്ലാവരും വലുതായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഡിഗ്രി ചെയ്യും, അതിനുശേഷം നിങ്ങൾ PGക്ക് വയ്ക്കും. പക്ഷെ അതിനുശേഷം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ചോദ്യം ജോലിയേക്കാൾ ഉപരി കല്യാണം എന്നുള്ള ഒരു ചോദ്യമായിരിക്കും. എനിക്കിവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോടാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ, നിങ്ങളുടെ പെൺകുട്ടികളെ സ്വന്തം കാലിൽ ആത്മാഭിമാനത്തോടു കൂടി നിൽക്കാൻ പറ്റുന്ന ഒരു ജോലി സമ്പാദിക്കാതെ ദയവ് ചെയ്ത് അവരെ കല്യാണത്തിലേക്ക് നിങ്ങൾ തള്ളിവിടരുത്. നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് കല്യാണമല്ല, മറിച്ച് സമൂഹത്തിലെ ഡിഗ്നിറ്റിയോട് കൂടി ജീവിക്കുക, മറ്റുള്ള ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ കുട്ടികളും നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടർന്ന നല്ല നല്ല കുട്ടികളായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കണം എന്നതായിരിക്കും നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നു.